മിഡിൽ ഈസ്റ്റിലെ യുദ്ധം, അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പിച്ച് അല്പം വൈഡ് സ്പ്രെഡിലോട്ട് പോവുകയാണ്. അമേരിക്കയുടെ ഒരു കമാൻഡുണ്ട്, അതായത് ജോർദാൻ ഭാഗത്തായിട്ട് സിറിയയെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ISISനെ മോണിറ്റർ ചെയ്യാൻ ഉള്ള ഒരു കമാൻഡുണ്ട്, ടവർ 22. അവിടെ ഇന്നലെ ഞായറാഴ്ചയോടുകൂടി ഇറാൻ്റെ പ്രോക്സി അവിടെ അറ്റാക്ക് ചെയ്യുന്നു, ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. 7ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, 12 പേരോളം സീരിയസ് ആണ്. ഏകദേശം 30-ൽ പരം അമേരിക്കൻ സോൾജേഴ്സ് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അമേരിക്കയിൽ വലിയ ഡിസ്കഷനായി. അപ്പോൾ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, അദ്ദേഹം ഞായറാഴ്ചയായിരുന്നു, അദ്ദേഹം പള്ളിയിൽ പോയ സമയത്ത് ഒരു ബൈറ്റ് കൊടുത്തു. ഈ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികർക്ക് ഉറപ്പായിട്ടും ഒരു റിറ്റാലിയേഷൻ ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് നടക്കുകയാണ്. ഏകദേശം ഇന്ന് രാത്രിയോടുകൂടി അമേരിക്കൻ സൈന്യം ഇറാനെ അറ്റാക്ക് ചെയ്യും എന്നുള്ള ധാരണയാണ് പൊതുവെ എക്സ്പേർട്ടുകൾ പറയുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഈ ഒരു അടി കിട്ടിയപ്പോൾ തിരിച്ചവർ റിറ്റാലിയേഷൻ ചെയ്യും. എന്നിട്ട് ഇറാൻ പറയുന്നത് ഇന്നലത്തെ ആക്രമണത്തിൽ അവർക്ക് പങ്കില്ല. പക്ഷേ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഇറാനാണ് ഇന്നലെ നടത്തിയ ആക്രമണത്തിൻ്റെ പിറകിലുള്ള പ്രധാനപ്പെട്ട സൂത്രധാരകൻ. അവരുടെ ഇറാൻ്റെ കയ്യിൽ നിന്നാണ് ആ ഡ്രോൺ ഉപയോഗിച്ചിട്ട് അമേരിക്കയുടെ ഈ ബേസിലേക്ക് ഫയർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭാഗം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പാലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള വാർ, ഹമാസ് ഇസ്രായേലുമായിട്ടുള്ള വാറിൽ ഒക്ടോബർ 7 അന്നാണ് ഈ ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിലോട്ട് നോർത്തേൺ ഇസ്രായേലിലോട്ട് കടക്കുകയും ഏകദേശം 1200ഓളം പേരെ കൊല്ലുകയും ഹോസ്റ്റേജസിനെ 200-ൽ പരം ഹോസ്റ്റേജസിനെ കൊണ്ടുപോയി അതിൽ 100-ൽ പരം തിരിച്ചു കൊടുത്തു. 100 ഇപ്പോഴും അവരുടെ കയ്യിലാണ്. ഖാൻ യൂനിസിൽ നല്ല പോലെയാണ് ഫൈറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതിനിടയ്ക്ക് ഇസ്രായേൽ ഒരു ഡോസിയേഴ്സ്, കുറച്ച് തെളിവുകൾ യുണൈറ്റഡ് നേഷന് കൊടുത്തു. അതായത് നവംബർ 7-ാം തീയതി ഇസ്രായേലിൽ വന്ന് അറ്റാക്ക് ചെയ്ത റേപ്പും കൊലപാതകവും ഒക്കെ നടത്തിയ കൂട്ടത്തിൽ യുണൈറ്റഡ് നേഷൻ്റെ UNRAW അവരുടെ അതിൽ വർക്ക് ചെയ്യുന്ന 7ഓളം പേര് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഇസ്രായേലിൽ വന്ന് ഈ മാസക്കേർ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ പല ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്ന ഇവരുടെ ഫോൺ ആ സമയത്ത് എവിടെ ആയിരുന്നു, അതേപോലെ തന്നെ ഇവരുടെ ഇട്ടുന്ന ടീഷർട്ട്, അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സ്, ഇതെല്ലാം ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഈ പാലസ്തീനിന് റിലീഫ് ഫണ്ട് കൊടുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ, ഫിൻലാൻഡ് തുടങ്ങിയ 10ഓളം രാജ്യങ്ങളാണ് ഇത് കൊടുക്കുന്നത്. ഇവർ തീരുമാനമെടുക്കുന്നു ഇനി മുതൽ ഹമാസിന്, അതായത് ഇവർ കൊടുക്കുന്ന പാലസ്തീനിന് ഈ പണം അവർ തൽക്കാലം കൊടുക്കുന്നത് മരവിപ്പിച്ചു. അത് യുണൈറ്റഡ് നേഷൻ ഞെട്ടിപ്പോയി ആ കാര്യത്തിൽ. യുണൈറ്റഡ് നേഷൻ പറഞ്ഞത് അതിൽ പങ്കെടുത്ത 7 പേരെയോളം അവർ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുണൈറ്റഡ് നേഷൻ്റെ സെക്രട്ടറി ജനറൽ പറയുന്നത് പലസ്തീനിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ജോലി കൊടുക്കുന്ന ഓർഗനൈസേഷനാണ് UNRAW എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. 13,000 പേർക്കാണ് അവർ ജോലി കൊടുക്കുന്നത്. കാരണം അതിൻ്റെ ഫണ്ട് നിലയ്ക്കുകയാണെങ്കിൽ ഈ പറയുന്ന പാലസ്തീൻകാരുടെ ലൈഫ് പട്ടിണിയായി, വേറൊരു വഴിയില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. കാരണം അത് വല്ലാത്തൊരു പോയിന്റിലോട്ടാണ് തിരിയുന്നത്. അതിൻ്റെ 2 ദിവസം മുമ്പാണ് ഇൻ്റർനാഷണൽ കോർട്ടിൽ നിന്ന് ഇസ്രായേലിന് എതിരായിട്ട്, പാർഷ്യലി എതിരായിട്ട് ഒരു ഇൻ്ററീം ഓർഡർ വരുന്നത്. കാരണം ജനോസൈഡുമായിട്ട് ബന്ധപ്പെട്ട്, ജനോസൈഡ് എന്ന് പറഞ്ഞിട്ടില്ല, അതിനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടെന്നാണ് ഇൻ്റർനാഷണൽ കോർട്ട് അവരുടെ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. ഇസ്രായേൽ അത് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇത് കയറി വന്നേക്കുന്നത്.
അതായത് ഈ പാലസ്റ്റീൻകാർ, അവിടുത്തെ UN-ൻ്റെ ജോലിക്കാർ അവിടെ ടെറർ ആക്ടിവിറ്റീസിന് വേണ്ടി പ്രവർത്തിച്ചു. അതിൻ്റെ അകത്ത് പല സ്ത്രീകളെ പറ്റിയും പറയുന്നുണ്ട്. അവരെങ്ങനെയാണ് ഈ ഹോസ്റ്റേജസ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി സഹായിച്ചത്, വെപ്പൺസ് കൊണ്ട് വെക്കാൻ സഹായിച്ചു, ഭീകരന്മാർക്ക് സ്ഥലം കൊടുത്തു. ഇതെല്ലാം ഡേറ്റ വെച്ചാണ് കാണിക്കുന്നത്. ഇപ്പം രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ഇഷ്യൂ ഇനിയും വരാനുള്ള ദിവസങ്ങളിൽ വളരെ വലിയ രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അമേരിക്ക നേരിട്ട് ഇടപെടുകയാണ് ഇറാനുമായിട്ട്. നമ്മൾ 2 ദിവസം വീഡിയോ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു. അമേരിക്ക ഈ വാറിൽ ഇടപെടും, ഇറാൻ്റെ മേളിൽ ബോംബിടും. അപ്പോൾ അതിൻ്റെ സാഹചര്യം ഉണ്ട്. ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ അമേരിക്ക ബോംബിങ് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ ഇറാൻ്റെ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറയുന്ന സ്ഥലം, അവരുടെ ഡിഫൻസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ബാറ്ററീസ്, അവരുടെ ഭരണതലം ഇവിടെ കൊണ്ട് ബോംബിടാൻ ഇന്ന് രാത്രി സാധ്യതയുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിൽ വാർ എന്ന് പറയുന്നത് സംഭവം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ. കാരണം അങ്ങനെയാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാഗത്തു നിന്നും. അമേരിക്കൻ കമാൻഡുമായിട്ടുള്ള എല്ലാവരോടും തയ്യാറായിട്ടിരിക്കാൻ പറയുന്നു. അതേപോലെ തന്നെ അമേരിക്കൻ അലൈഡ് ഫോഴ്സ് അവരോട് തയ്യാറായിട്ടിരിക്കാൻ പറയുന്നു. ഇതിനൊരു ഉത്തരം വേണമെന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനിയും ഇറാൻ്റെ ഈ പ്രോക്സി വെച്ചുള്ള കളികൾ വേണ്ട. ഹൂത്തി ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആയിട്ടും കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഇറാൻ്റെ ബോർഡറുമായിട്ട് ഹിസ്ബുള്ളയുടെ ബോർഡറുമായിട്ട് ചേർന്ന് ഡിപ്ലോയിഡാണ് ഇസ്രായേൽ സേന. എപ്പം വാർ തുടങ്ങുന്നു ഇസ്രായേലും കയറി അടിക്കും. അതായത് മൾട്ടി ലെവലിലായിരിക്കും അടിയുണ്ടാകുന്നത്. ഈ വാറ് എത്ര ദിവസം കൊണ്ട് തീരും എന്നൊന്ന് അൺപ്രഡിക്റ്റബിളാണ്. പക്ഷെ വാർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇന്നലത്തെ സംഭവത്തോടു കൂടി പൂർണ്ണമായിട്ടും പറയാം. അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യും. ആ സമയത്ത് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തിട്ട് ഇസ്രായേലിനെ അങ്ങ് നശിപ്പിക്കും. ആദ്യത്തെ ഞാൻ വീഡിയോ പറഞ്ഞ ഇറാനെ നശിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ വാർ, മിഡിൽ ഈസ്റ്റേൺ വാർ തീരാൻ പോകുന്നത്. അതിൻ്റെ ലക്ഷണമാണ് കണ്ടു തുടങ്ങിയത്.